നമസ്കാരം. BAMS എക്സാം മെയ്ഡ് ഈസി എന്ന ഈ ചാനലിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് പഞ്ചകർമ്മയാണ്. പഞ്ചകർമ്മയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, പ്രാക്ടിക്കലായാലും തിയററ്റിക്കലി ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടുള്ള വമനം, ദ തെറാപ്യൂട്ടിക് എമസിസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വമനം എന്ന് പറയുന്നത് കഫദോഷ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് കൂടുതലായിട്ട് ചെയ്ത് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നമുക്കിന്ന് വമനത്തെ പറ്റി നോക്കാം. സംഹിതകളിലെല്ലാം തന്നെ ചരക സംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം എല്ലാത്തിലും ഡീറ്റെയിൽ ആയിട്ട് വളരെ ബ്രോഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, എലിമിനേഷൻ പ്രൊസീജിയറാണ് വമനം എന്ന് പറയുന്നത്. വമനകർമ്മ എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്ത് പോവാം. ഒരു സ്ലൈഡിൽ ഇത് നിൽക്കില്ല, 1-2 സ്ലൈഡ്സ് വേണ്ടിവരും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻസ് വരുന്നത് പൂർവകർമ്മ, പ്രധാനകർമ്മ, പശ്ചാത്കർമ്മ ഓഫ് വമന, the collection, processing, preservation of madana phala, definition of vamana and mode of action, specific indications of vamana karma, contraindications of vamana karma with reason. അത് ഈ ഇൻഡിക്കേഷൻസ് ആൻഡ് കോൺട്രാഇൻഡിക്കേഷൻസ് വമനം മാത്രമല്ല എല്ലാ പ്രൊസീജിയറിലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വൈവയ്ക്കായാലും തിയറി എക്സാമിൻ്റെ ബേസിസിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. ശ്ലോകാസ് എല്ലാവരും കോഡോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഓർത്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വരും. പിന്നെ വരുന്ന കോംപ്ലിക്കേഷൻസ് ഓഫ് വമന, അതായത് വമന വ്യാപത്ത് ആൻഡ് അതിൻ്റെ മാനേജ്മെൻറ്റ്, സമ്യക് യോഗ, അയോഗ, അതിയോഗ ആൻഡ് മിഥ്യായോഗ ലക്ഷൺ ഓഫ് വമന, ലൈംഗിക, ആന്തിക ആൻഡ് മാനിക ശുദ്ധി, ദ സിഗ്നിഫിക്കൻസ് ഓഫ് വമന ബിഫോർ വിരേചന, വമന ഇൻ കുഷ്ഠ. The role of Madhu and Saindhava in Vamana Dravya, signs and symptoms of proper action of Vamana. ഇത്രയാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. ദ വമന ഇൻട്രൊഡക്ഷൻ, ഇത് ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുമ്പോൾ നമുക്ക് എന്ത് essay ക്വസ്റ്റ്യൻ ആയാലും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും ഒരു ഇൻട്രൊഡക്ഷൻ നെസസറി ആണ്. അതിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, വമന റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതാണ്. The Vamana introduction, the etymology, synonyms, etc. എത്തിമോളജി പറയുന്നത് റൂട്ട് വേർഡ് വം ഉദ്ഗാരെ എന്ന് പറയും. വം ഉദ്ഗാരെ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇജക്ഷൻ, ദ ഗിവിങ് ഔട്ട് ആൻഡ് എറക്ടേഷൻസ്, നമ്മൾ പുറത്തേക്ക് കളയുകയാണ്. അതിൽ തന്നെ വമനം എന്ന് പറയുന്ന ആ വേർഡിന് 4 മീനിങ്സ് ആണ് പറയുന്നത്. മർദ്ദനെ, ഛർദ്ദനെ, നിസ്സരണെ, സ്വർഗ അഭിഷന്തം. ദെൻ ഡെഫിനിഷൻ, തത്ര ദോഷഹരാണാം ഊർധ്വഭാഗം വമനസപ്ഞകം, ചരകം കൽപ്പം, ഫസ്റ്റ് ചാപ്റ്ററിലെ 4th കൊട്ടേഷൻ ആണ്. തത്ര ദോഷഹരാണാം ഊർധ്വഭാഗം വമനസപ്ഞകം, അതായത് നമ്മുടെ ബോഡിയിലുള്ള ദോഷാസ് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യുന്നത് ഊർധ്വഭാഗത്തിലൂടെയുള്ള ഒരു ഓറിഫൈസിലൂടെ ആണെങ്കിൽ, അപ്പർ ചാനൽസിലൂടെ ആണെങ്കിൽ അതിനെ നമ്മൾ വമനം എന്ന് പറയും. ശാരംഗധര സംഹിത പ്രഥമ ഖണ്ഡത്തിൽ പറയുന്നുണ്ട് ഡെഫിനിഷൻ. അടുത്ത ഡെഫിനിഷനാണ് അപക്വം പിത്തശ്ലേഷ്മാണ ബലാദ് ഊർധ്വം നയേത് യത് വമനം തദ്ധി വിജ്ഞേയം. വമന is defined as a process which removes apakwa, pitta and kapha forcefully through the upper channels. അപ്പർ ചാനൽസിലൂടെ അപക്വമായിട്ടുള്ള പ്രോപ്പറായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത പിത്തത്തെയും കഫത്തെയും ഫോഴ്സ്ഫുള്ളി അപ്പർ ഓറിഫൈസിലൂടെ, അപ്പർ ചാനൽസിലൂടെ റിമൂവ് ചെയ്യുന്നതിനെ, ആ ഒരു പ്രൊസീജിയറിനെ പറയുന്നതാണ് വമനം. ദ സിനോണിംസ് വമതു, വമന, വാന്തി, ഛർദി, ഉല്ലേഖനം എന്ന കുറേ സിനോണിംസ് ഉണ്ട്. അതിൽ 2-3 സിനോണിംസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് മദനഫല, കളക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് പ്രോസസ്സിംഗ്. അപ്പോൾ ഒരു essayയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓർഡർ നമുക്കറിയാം. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് വേണം, കൺക്ലൂഷൻ വേണം. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മദനഫലത്തെ പറ്റി നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും, അല്ലെങ്കിൽ അത് പഠിച്ചുണ്ടാക്കാം. നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ട് പഞ്ചകർമ്മത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് ആയിരിക്കും. എന്താണ് പഞ്ചകർമ്മ? പഞ്ചകർമ്മ ആയുർവേദത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ പ്യൂരിഫിക്കേറ്ററി മെത്തേഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. അതിൽ തന്നെ ഫസ്റ്റ് ഈ പഞ്ചകർമ്മ എന്നുള്ള ടേം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപമാർഗ തണ്ടുല്യം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ്.
ചരകസംഹിത സൂത്രസ്ഥാനത്തിൽ അപമാർഗദണ്ഡുലീയത്തിൽ ഉപസ്ഥിത ദോഷാവസ്ഥയെ പറ്റി പറയുമ്പോഴാണ് ആദ്യമായിട്ട് പഞ്ചകർമ്മം എന്നുള്ള ഒരു ടേമിനെ പറ്റിയിട്ട് ആചാര്യൻ പറയുന്നത്. ആ കൊട്ടേഷൻ എങ്ങനെയാണ്? താൻ ഉപസ്ഥിത ദോഷാണാം സ്നേഹസ്വേദോപപാദനൈഹി പഞ്ചകർമ്മണി കുർവീത മാത്രാകാലോ വിചാരയൻ. അതായത് ദ തെറാപ്യൂട്ടിക് പ്രൊസീജിയർ ഫോർ ഉപസ്ഥിത ദോഷ വിച്ച് ഇസ് ഡൺ ആഫ്റ്റർ സ്നേഹസ്വേദ ഇസ് പഞ്ചകർമ്മ. ആൻഡ് ഉപസ്ഥിത ദോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വാവസ്ഥയിലായിട്ടുള്ള ദോഷം പ്രാധാന്യത്വം അറ്റൈൻ ചെയ്തതിന് ശേഷം ശാഖകളിൽ നിന്ന് കോഷ്ടത്തിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്, അത് തന്നെ ലീനാവസ്ഥയിൽ അല്ലാതിരിക്കുന്നതുമായിട്ടുള്ള ദോഷത്തെ നമ്മൾ ഉപസ്ഥിത ദോഷം എന്ന് പറയും. അങ്ങനെയുള്ള ആ ഉപസ്ഥിത ദോഷത്തെ നമ്മൾ നിയറസ്റ്റ് റൂട്ടിലൂടെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആ പ്രൊസീജിയേഴ്സിനാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. ആ 5 പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വമനം, വിരേചനം, നസ്യം, നിരൂഹം ആൻഡ് അനുവാസന വസ്തി. അതിൽ തന്നെ കഫദോഷത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് വമനം. അപ്പോൾ ഈ വമനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് മദനഫലം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളൊരു ബ്രോഡായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് ഈ മദനഫലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മദനഫലത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആൻഡ് ദെൻ പറയാം നമ്മൾ മദനഫലത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഗ്രാൻഡിയ ഡ്യൂമെറ്റോറം. ഇത് വേണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വമനം എന്താണ്, വമനത്തിൻ്റെ ഡെഫിനേഷൻ ടെസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇതൊക്കെ ടൈം അനുസരിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ എഴുതിയിരിക്കാനായിട്ട് ശ്രമിക്കരുത്. ടൈം അനുസരിച്ചിട്ട് നമ്മൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മദനഫലത്തിൻ്റെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മദനഫലത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഗ്രാൻഡിയ ഡ്യൂമെറ്റോറം, ഫാമിലീസ് റുബേസി, പിന്നെ 1-2 സിനോണിംസ് എഴുതാം. മദനം, കരഹാടം, പിണ്ടീതക ഫലം. ഈ 2020 നടന്നിട്ടുള്ള എക്സാമിൽ കൽപ്പസ്ഥാനത്തിലെ ഡ്രഗ്സും അതിൻ്റെ സിനോണിംസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് സിനോണിംസ് ഒന്നും വിട്ട് കളയരുത്. കൽപ്പസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അതിൽ തന്നെ മദനഫലം ചരകം കൽപ്പസ്ഥാനത്തിൽ പറയുന്നത് ശ്രേഷ്ഠതമന്യാചക്ഷരേ അനാപായിത്വാത്. വമനത്തിൽ തന്നെ മദനഫലമാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഡ്രഗ് ഡ്യൂ ടു ഇറ്റ്സ് അനപായിത്വ നേച്ചർ. കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതിരിക്കുന്നത് കൊണ്ടാണ് മദനഫലം ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. അത് തന്നെ ചരകൻ 133 യോഗങ്ങൾ, മദനഫലത്തിൻ്റെ യോഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അതിൽ പറയുന്ന കളക്ഷൻ ആണ്. അപ്പോൾ കളക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലാൻഡ് വേണം. എങ്ങനത്തെ ലാൻഡിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് കൽപ്പത്തിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സാധാരണ ദേശമോ അല്ലെങ്കിൽ ജാംഗള ദേശത്തിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. ആ ദേശം എന്ന് പറയുന്നത് സീസണൽ ആയിട്ടുള്ള എല്ലാ വേരിയേഷൻസും എഫക്ട് ചെയ്തിട്ടുള്ള ഒരു ദേശമായിരിക്കണം. സമയത്തിൽ വർഷകാലത്താണെങ്കിൽ മഴ ഉണ്ടായിരിക്കണം, സമ്മർ സീസണിലാണെങ്കിൽ വെയിലുണ്ടായിരിക്കണം. അതെല്ലാതും ലഭിക്കുന്ന പ്രോപ്പറായിട്ടുള്ള സീസണൽ വേരിയേഷൻസിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് വിച്ച് ഇസ് ക്ലീൻ, വിച്ച് ഇസ് വാട്ടർ റിസർവോയേഴ്സ്, അങ്ങനെയുള്ള ഒരു ലാൻഡിൽ നിന്നാണ് നമ്മൾ മദനഫലം കളക്ട് ചെയ്യേണ്ടത്. അതിന് ആ ലാൻഡ് എന്ന് പറയുന്നത് ശ്മശാനം ആവാൻ പാടില്ല. ചൈത്യം, ദേവ, നഗര, വാത്മീക ആൻഡ് സലൈൻ സോയിൽ ഇങ്ങനെയൊന്നുള്ള സ്ഥലത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇതിലെന്താ ശ്മശാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെമറ്റോറിയം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാടില്ല. അമ്പലങ്ങൾ പോലെ അല്ലെങ്കിൽ സേക്രഡ് ആയിട്ടുള്ള സ്പേസസ് അവിടെ നിന്നും കളക്ട് ചെയ്യാൻ പാടില്ല. തിങ്ങി നിറങ്ങിയ ആളുകൾ താമസിക്കുന്ന നഗരങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. പുറ്റുമണ്ണുള്ള വാത്മീകം, പുറ്റുമണ്ണുള്ളതോ അല്ലെങ്കിൽ ഉപ്പുമണ്ണുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യാൻ പാടില്ല. ഇനി അവിടുത്തെ സോയിലിന്റെ ക്വാളിറ്റി പറയാണ്. അവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ലാൻഡിന്റെ സോയിൽ എപ്പോഴും സ്നിഗ്ധമായിരിക്കണം. കൃഷ്ണം അല്ലെങ്കിൽ മധുര മൃത്തിക, സ്വർണ്ണവർണ്ണ മൃത്തിക, സ്വർണത്തിന്റെ നിറമുള്ള മണ്ണുള്ള ലാൻഡിൽ നിന്ന് വേണം നമ്മൾ മദനഫലം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി പ്ലവ്ഡ് ആൻഡ് ദർ ഷുഡ് നോട്ട് ബ്രിക് ട്രീസ് ഓവർ ഷാഡോയിങ് ദ മെഡിസിനൽ പ്ലാന്റ്സ്. വലിയ മരത്തിന്റെ തണലിൽ നിൽക്കുന്നതായിട്ടുള്ള ചെടികളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. കളക്ഷൻ മദനഫലത്തിന് സ്പെസിഫിക് ആയിട്ട് കളക്ടിങ് ടൈം പറയുന്നുണ്ട്. വസന്ത ഗ്രീഷ്മയോരന്തരെ, വസന്തത്തിനും ഗ്രീഷ്മത്തിനും ഇടയിലായിട്ട് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈത്ര മുഹൂർത്തത്തിലാണ് കളക്ട് ചെയ്യേണ്ടത്. And when moon is in the constellations, പുഷ്യ, അശ്വിനി, മൃഗശീർഷ കോൺസ്റ്റലേഷൻസ് ഇരിക്കുന്ന സമയത്തും ആണ് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മെച്ചുവർ ആയിരിക്കണം, ഒരു യെല്ലോയിഷ് വൈറ്റ് കളേർഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി റോട്ടൻ, ഷുഡ് നോട്ട് ബി ഇൻഫെസ്റ്റഡ് ആൻഡ് ഷുഡ് നോട്ട് ബി ഇൻ സ്മോൾ സൈസ്. അത്യാവശ്യം വലുപ്പമുള്ള ഫ്രൂട്ടും ഇൻഫെസ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്ത, പുഴുക്കളൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രോസസ്സിങ്. നെക്സ്റ്റ് ഒരു സബ് ഹെഡിങ് പോലെ എഴുതാം പ്രോസസ്സിങ്. നമ്മൾ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തു, അത് കുശപ്പുല്ല് വെച്ചിട്ട് കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗോമയം അപ്ലൈ ചെയ്തു, ചാണകം അപ്ലൈ ചെയ്തതിന് ശേഷം ആ ബണ്ടില് യവം, മാഷം, ശാലി, കുലത്തത്തിൻ്റെ ഒരു കൂന, ഒരു ഹീപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എടുത്തു വെക്കണം. 8 നൈറ്റ്സ് അത് പ്രിസർവ് ചെയ്ത് വെക്കുക.
അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫ്രൂട്ട്സ് വളരെ സോഫ്റ്റ് ആവും. അതിൽ മധുഇഷ്ടഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റി വരും. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി വന്നതിന് ശേഷം നമ്മളത് പുറത്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് കളക്ട് ചെയ്യണം. സീഡ്സ് ആണ് ഇവിടെ ഫലപിപ്പലി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫലപിപ്പലി ഘൃതം, ദധി, മധു, പലലം വെച്ച് നന്നായിട്ട് ട്രിച്ചുറേറ്റ് ചെയ്തതിന് ശേഷം, ഭാവന ചെയ്തതിന് ശേഷം വീണ്ടും ഉണക്കണം. അങ്ങനെ ഉണക്കി കിട്ടിയിട്ടുള്ള ഈ സീഡ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് ഒരു സബ് ഹെഡിങ് എഴുതിയതിനു ശേഷം ഈ സീഡ്സ് ഒരു പുതിയതായിട്ടുള്ള ഒരു മൺകുടത്തിൽ ക്ലീൻ ചെയ്ത് സാൻഡും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതെ രീതിയിൽ സീഡ്സ് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കഴുത്തറ്റം വരെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായി ഉറപ്പിച്ച് അടച്ചിട്ട് ഹോമം, ബലി, മംഗളകർമ്മങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഉത്തരത്തിൽ കെട്ടിത്തൂക്കാൻ, പണ്ട് കാലത്തെ ഒരു ഇതാണ് പറഞ്ഞത്, സ്വിങ്ങിൽ നമ്മൾ കെട്ടിത്തൂക്കി ഇടണം. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് വമനകർമ്മം വരുമ്പോൾ പൂർവകർമ്മ, പ്രധാനകർമ്മ, പശ്ചാത്കർമ്മത്തിൽ പൂർവകർമ്മമായിട്ട് വരുന്നതാണ് പേഷ്യന്റിന്റെ പ്രിപ്പറേഷൻ. അത് ഡീറ്റെയിൽ ആയിട്ട് പൂർവകർമ്മത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആണല്ലോ പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ. നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യണം ഈ പേഴ്സൺ പ്രോപ്പർ സ്നേഹസ്വേദങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് വമനം ചെയ്യാൻ അയാൾ ഫിറ്റ് ആണോ എന്ന് നമ്മൾ അസസ് ചെയ്യണം. ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമാണ് വമനം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സ്നേഹസ്വേദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പഥ്യമൊക്കെ ഫോളോ ചെയ്ത് മാനസോപചാരം, ബലി, ഹോമം, പ്രായശ്ചിത്തൊക്കെ ചെയ്ത് മെന്റലി അയാളെ സ്ട്രോങ് ആക്കിയതിന് ശേഷം, അതിനു മുമ്പ് നമ്മൾ കൺസെന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അയാളെ മെന്റലി നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ നമ്മൾ പ്രോസസ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്തിട്ടുള്ള മദനഫലം ഒരു ഫിസ്റ്റ് ഫുൾ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അയാൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതെടുത്തതിന് ശേഷം, അയാൾക്ക് വമനം ചെയ്യാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് മദനഫലം എടുത്തതിന് ശേഷം അത് നന്നായി പൊടിച്ച് യഷ്ടി, മധു, കോവിധാര, കർബൂധര, നിപ, വിതുള, ബിംബി പോലെയുള്ള ഡ്രഗ്സിന്റെ കഷായത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി വെക്കണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് പാർട്ട് അതിലേക്ക് തേനും നെയ്യും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് സ്ലൈറ്റായിട്ടൊന്ന് വാം ചെയ്തതിന് ശേഷം കുടിക്കുന്ന ഒരു പാത്രത്തിൽ എടുത്തിട്ട് പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ വമനത്തിന്റെ പിന്നെ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വമനത്തിന്റെ കർമ്മമാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മദനഫലമാണ്. നമ്മളോട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് വമനത്തിന്റെ പ്രൊസീജിയറും കൂടെ ഇതിൽ ജസ്റ്റ് പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യണു എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ടൈമൊക്കെ നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിനാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യണം, വമനം നടക്കുന്ന എർജസ് നടക്കുന്നത് ഒബ്സർവ് ചെയ്യണം. ഇനി ഹീനവേഗത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിപ്പലി, ആമലകം, സർഷഭം, വജ ഇതിൻ്റെ എല്ലാം പേസ്റ്റ് എടുത്തിട്ട് ആവശ്യത്തിന് സൈന്ധവും ഉഷ്ണോദകവും ചേർത്ത് അഡ്മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ബൗട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സമ്യക് യോഗം കണ്ടതിന് ശേഷം നമ്മൾ വമനകർമ്മം അവസാനിപ്പിക്കുന്നു, പശ്ചാത്കർമ്മം ഒക്കെ ചെയ്യണു എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ കൺക്ലൂഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വമന. അത് 5 മാർക്കിനായിട്ടും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വമനത്തിൻ്റെയും വിരേചനത്തിൻ്റെയും മോഡ് ഓഫ് ആക്ഷൻ ഈ ചരകം കൽപ്പസ്ഥാനത്തിൽ ഒരു കൊട്ടേഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിലത്തെ ടേംസ്, സാൻസ്ക്രിറ്റ് ടേംസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കൊട്ടേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: തത്ര ഉഷ്ണ, തീക്ഷ്ണ, സൂക്ഷ്മ, വ്യവായി, വികാശീനി ഔഷധാനി സ്വവീര്യേണ ഹൃദയമുപേത്യ ധമനീരനുസൃത്യ സ്ഥൂലാണുശ്രോതേഭ്യഃ കേവലം ശരീരഗതം ദോഷസംഘാതം ആഗ്നേയത്വാദ് വിഷ്യന്തയതി തൈക്ഷ്ണ്യാൻ വിച്ഛിന്തന്തി സവിച്ഛിന്നഃ പരിപ്ലവൻ സ്നേഹഭാവിതേ കായേ സ്നേഹാക്തഭാജനസ്തം ഇവ ക്ഷൗദ്രം അസജ്ജം അണുപ്രവണഭാവാത് ആമാശയമാഗമ്യ ഉദാനപ്രണുന്നോ അഗ്നിവായു ആത്മകത്വാത് ഊർധ്വഭാഗപ്രഭാവാത് ഔഷധസ്യ ഊർധ്വം ഉത്ക്ഷിപ്യതേ. വമകദ്രവ്യത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് ഉഷ്ണം, തീക്ഷ്ണം, സൂക്ഷ്മം, വ്യവായി, വികാശി. പിന്നെ അതിൻ്റെ തന്നെ സ്വവീര്യവുമുണ്ട്. ആ സ്വവീര്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ധമനികളിലൂടെ ഈ വമകദ്രവ്യം ഹൃദയത്തിലേക്ക് എത്തുന്നു. ആ ഹൃദയത്തിലെത്തിയതിന് ശേഷം മൈക്രോ ആൻഡ് മാക്രോ ചാനൽസ് ഓഫ് ദ ബോഡിയിലേക്കാണ് പോകുന്നത്. സ്ഥൂല ആണ് സ്രോതസ്സിലൂടെ ഫുൾ ബോഡിയിലെ ദോഷസംഘാതത്തിലേക്ക്
ഈ വമകദ്രവ്യം ആക്ട് ചെയ്യണം. അങ്ങനെ ആ വമകദ്രവ്യം ദോഷസംഘാതത്തിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൽ ആഗ്നേയ പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു ആഗ്നേയ പ്രോപ്പർട്ടി കൊണ്ട് ആ ദോഷസംഘാതത്തെ ദ്രവിപ്പിക്കും, ലിക്വിഫൈ ചെയ്യും. അതുപോലെ തന്നെ തീക്ഷ്ണ ഗുണമുള്ളത് കൊണ്ട് വലിയ വലിയ പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. അങ്ങനെ ലിക്വിഫൈ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തെടുത്തിട്ടുള്ള ആ പാർട്ടിക്കിൾ നമ്മുടെ ബോഡിയിലെ ചാനൽസിലൂടെ സ്മൂത്തായി ഗ്ലൈഡ് ചെയ്ത് വന്നതിന് ശേഷം ആമാശയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഉള്ള ഒരു ആക്ഷൻ നടക്കുന്നത് അണുപ്രവണ ഭാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. അങ്ങനെ ആമാശയത്തിലെത്തി അവിടെ ഉദാനവായു സ്റ്റിമുലേറ്റഡ് ആയതിനു ശേഷം ഈ വമനദ്രവ്യത്തിൽ അഗ്നി ആൻഡ് വായു, പഞ്ചമഹാഭൂതങ്ങളിലെ അഗ്നി ആൻഡ് വായു ഭൂതങ്ങൾക്കാണ് പ്രിഡോമിനൻസ് ഉള്ളത്. അതുകൊണ്ട് ഇത് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഓറൽ ക്യാവിറ്റിയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഓറൽ ക്യാവിറ്റിയിലൂടെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു. അതിനെയാണ് വമനം എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി മോഡ് ഓഫ് ആക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് മോഡേൺ പാർട്ടും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. മാർക്കും ടൈമും അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ട് ഓഫ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓറൽ എക്സ്പെൽഷൻ ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ കണ്ടൻസ് ദാറ്റ്സ് റിസൾട്ടിങ് ഫ്രം ദ കൺട്രാക്ഷൻ ഓഫ് ഗട്ട് ആൻഡ് ദ തൊറാക്കോ അബ്ഡോമിനൽ വാൾ മസ്കുലേച്ചർ. അവിടെ നമ്മുടെ മസിൽസിൻ്റെയും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെയും കൂടെ ഉള്ള ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സ് കൊണ്ടാണ് ആക്ട് ഓഫ് വോമിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു വോമിറ്റിംഗ് സെൻറ്റർ ഉണ്ട് ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ഡോസൽ പോർഷൻ ഓഫ് ലാറ്ററൽ റെട്ടിക്കുലർ ഫോർമേഷൻ ഇൻ ദ മെഡുല ഒബ്ലോങ്കട്ട. ആൻഡ് ആ വോമിറ്റിംഗ് സെൻറ്റർ ആണ് ആക്ട് ഓഫ് വോമിറ്റിംഗ് നടത്താനായിട്ടുള്ള ഫൈനൽ കോമൺ പാത്വേ. ആൻഡ് ഈ വോമിറ്റിംഗ് സെൻറ്റർ സഫീഷ്യൻ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം ആണ് വോമിറ്റിംഗ് ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കുറച്ച് പ്രോസസ്സ് വഴിയാണ് വോമിറ്റിംഗ് നടക്കുന്നത്. നമ്മളത് ജസ്റ്റ് ഒരു വോമിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർക്കാം. ആദ്യം നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നു. അതിനുശേഷം ഹയർഡ് ബോൺ റൈസ് ചെയ്തു, ലാരിങ്സ് റൈസ് ചെയ്തു, അപ്പർ ഈസോഫാജിയസ് സ്ഫിങ്ക്ചറിലേക്ക് ഒരു പ്രഷർ കൊടുത്തു. ഗ്ലോട്ടസ് ക്ലോസ്ഡ് ആയി. സോഫ്റ്റ് പാലറ്റ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റീരിയർ നെയേഴ്സ് ക്ലോസ്ഡ് ആയി. അത് കഴിയുമ്പോഴേക്കും ഡയഫ്രത്തിൻ്റെ അവിടേക്ക് ഒരു സ്ട്രോങ് ഡൗൺവേർഡ് കൺട്രാക്ഷനും ഉണ്ടായിരിക്കും. അബ്ഡോമിനൽ മസിൽ വാൾസിന് ഒരു കൺട്രാക്ഷനും ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു കൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന അബ്ഡോമിനൽ വിസറയിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ സ്ക്വീസ് ചെയ്തിട്ട് ഇൻട്രാ ഗ്യാസ്ട്രിക് പ്രഷർ റേസ് ചെയ്യണം. ആ ഹൈ ഇൻട്രാ ഗ്യാസ്ട്രിക് പ്രഷർ കാരണം പൈലോറിക് റീജിയണിലും കൺട്രാക്ഷൻ ഉണ്ടാവും, ഒക്ലൂഡഡ് ആവും. പക്ഷേ സ്റ്റൊമക്കിൻ്റെ ഫണ്ടസും ബോഡിയും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു. ആ സമയത്ത് തന്നെ കാർഡിയാക് സ്ഫിങ്ക്ചറും റിലാക്സ്ഡ് ആയതിനു ശേഷം ലോവർ ഈസോഫാജിയസ് സ്ഫിങ്ക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഇൻട്രാഗ്യാസ്ട്രിക് പ്രഷർ ഹൈ ആയിരിക്കുന്ന സമയത്ത് അബ്ഡോമിനൽ വിസറയിൽ ഉണ്ടാകുന്ന സ്ക്വീസിങ് കാരണം ഈ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഓപ്പൺ ആയിരിക്കുന്ന ലോവർ ഈസോഫാജിയസ് സ്ഫിങ്ക്ചർ വഴി ഇറ്റ്സ് ത്രോൺ അപ്വേർഡ്, മുകളിലേക്ക് ഈസോഫാഗസിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മൗത്തിൽ കൂടെ അത് എക്സ്പെൽ ആവുന്നു. ഇതാണ് ഇൻ ഷോർട്ട് ഒരു വോമിറ്റിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സ്. ഇത് ജസ്റ്റ് 1-2 പോയിന്റ്സ് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. സമയം അനുസരിച്ചിട്ട് നമ്മൾ ഇതിലെ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ ത്രൂ ദ നെർവസ് സിസ്റ്റം. നമുക്ക് 3 ലെവലായിട്ട് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ വരാം? ഒന്ന്, അപ്പർ GI ട്രാക്ട് ഫുൾ ഓഫ് കണ്ടൻസ് ആണ്. നമ്മൾ വമന പ്രൊസീജിയർ പറയും ആ ഗണ്ഡം പായ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മൾ മദ്യം പോലെയുള്ള ഇക്ഷരസം പോലെയുള്ളതൊക്കെ കഴുത്തറ്റം വരെ ആ ഗണ്ഡം വരെ കഴിക്കണം എന്ന് പറയും. ഫുൾ ഓഫ് GI ട്രാക്ട് ഫുൾ ഓഫ് കണ്ടൻസ് ആണ്. അതുകൊണ്ട് അപ്പർ GI ട്രാക്ട് ഡിസ്റ്റൻഡഡ് ആവും, എക്സൈറ്റഡ് ആവും. അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റിമുലസ് സിമ്പത്തറ്റിക് ആൻഡ് വേഗൽ എഫ്രൻ നെർവ്സ് വഴി വോമിറ്റിംഗ് സെൻറ്ററിലേക്ക് എത്തിയിട്ട് വോമിറ്റിംഗ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മളൊരു വമനദ്രവ്യം അഡ്മിനിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള എമറ്റിക് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് കീമോ റിസപ്റ്റേഴ്സ് ഓൺ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ വോമിറ്റിംഗ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതല്ലെങ്കിൽ സൈക്കിക് സ്റ്റിമുലൈ പറയുന്ന ഇതിൽ വമനദ്രവ്യത്തിൽ തന്നെ ജ്ഞേയയോഗങ്ങളുണ്ട്. സ്മെല്ല് വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് കൊണ്ട് നമുക്ക് നോസിയസ് ആയിട്ടൊരു വോമിറ്റിംഗ് ഫീൽ ഉണ്ടായിരിക്കും. അങ്ങനെ സൈക്കിക് സ്റ്റിമുലൈ കൊണ്ട് വോമിറ്റിംഗ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ വോമിറ്റിംഗ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം
ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോട്ടോർ റിയാക്ഷൻസ് നടക്കും. ആ മോട്ടോർ ഇമ്പൾസസ് 5th, 7th, 9th, 10th, 12th ക്രേനിയൽ നെർവ്സ് വഴി അപ്പർ GIT വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം വമനത്തെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സ് വഴി വമനത്തെ ഇനീഷ്യേറ്റ് ചെയ്യും. ഡയഫ്രം ആൻഡ് അബ്ഡോമിനൽ മസിൽസിന്റെ ആക്ഷൻ വഴി വമനത്തെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ, അതായത് നമ്മുടെ വമന കാർമുകത എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മോഡേൺ കോറിലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ കൂടെ മെൻഷൻ ചെയ്ത് പോവാം. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻഡിക്കേഷൻസ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. അപ്പോൾ ഇൻഡിക്കേഷൻസ് വരുമ്പോൾ ശ്ലോകം എന്തായാലും പഠിക്കണം. അതിന് മുൻപായിട്ട് ജനറലി നമുക്ക് ഏത് ദോഷത്തിലാണ് വമന ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതാം. ഉത്കൃഷ്ടമായിട്ടുള്ള ശ്ലേഷ്മാവസ്ഥയിൽ, കഫ വളരെയധികം സ്റ്റിമുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം കോപിച്ചിരിക്കുന്ന അവസ്ഥയിൽ. പിത്തസംസൃഷ്ടമായിട്ടുള്ള ശ്ലേഷ്മ, കഫസ്ഥാനഗതമായിട്ടുള്ള പിത്തം അല്ലെങ്കിൽ വാദം. അപ്പോൾ ശ്ലേഷ്മം കോപിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിത്തത്തിനോട് കൂടെ ചേർന്ന് ശ്ലേഷ്മം കോപിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിത്തം അല്ലെങ്കിൽ വാദം കോപിച്ചിട്ട് കഫസ്ഥാനത്തിലിരിക്കുമ്പോൾ നമ്മൾ വമനം ചെയ്യണം. പിന്നെ ഡിസീസ് വൈസ് ആയിട്ടുള്ള സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് പറയുന്നതാണ്. വിശേഷേണ തു വാമയേത് നവജ്വര അതിസാരാധ പിത്താസൃക് രാജയക്ഷ്മിണ കുഷ്ഠമേഹ അപജി ഗ്രന്ഥി സ്ലീപത ഉന്മാദകാസിന ശ്വാസഹൃല്ലാസ വിസർപ്പ സ്തന്യദോഷ ഊർധ്വരോഗിണ. ഇത്രയും ഡിസീസസിൽ നമ്മൾ വമനം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ശ്ലോകം എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആൻഡ് അതിന്റെ റീസൺസ്. ഇത് അഷ്ടാംഗ ഹൃദയത്തിലെ ശ്ലോകം തന്നെയാണ്. അവാമ്യ ഗർഭിണി രൂക്ഷക്ഷുതിതോ നിത്യദുഃഖിത ബാല വൃദ്ധ കൃശ സ്ഥൂല ഹൃദ്രോഗി ക്ഷത ദുർബല പ്രസക്ത വമതു പ്ലീഹ തിമിര കൃമികോഷ്ഠിന ഊർധ പ്രവൃത്ത വായുസ്ര ദത്തവസ്തി ഹതസ്വര മൂത്രാഘാദ്യുദരി ഗുൽമി ദുർവമി അത്യഗ്നി രർഷസഹ ഉദാവർത്ത ഭ്രമാഷ്ടീല പാർശ്വരു വാദരോഗിന ഹൃദയ വിഷഗര ആജീർണം വിരുദ്ധ അഭ്യവഹാരത. ഈ കണ്ടീഷൻസിലൊന്നും നമ്മൾ വമനം ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഗർഭിണികൾക്ക് വമനം ചെയ്യാനായിട്ട് പാടില്ല. വിശന്നിരിക്കുന്ന ആൾക്കാർക്ക്, വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാൾക്കാർക്ക്, ബാലന്മാർ, വൃദ്ധന്മാർ, ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ, അമിതമായിട്ടുള്ള വണ്ണമുള്ള ആൾക്കാർ, ഹൃദ്രോഗമുള്ള ആൾക്കാർ, എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊന്നും നമ്മൾ വമനം ചെയ്യാൻ പാടില്ല. അതെന്താണ് റീസൺ എന്നുള്ളത് ചരകം കൽപ്പസ്ഥാനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്ടാംഗ സംഗ്രഹത്തിലും പറയുന്നുണ്ട് ഇൻഡിക്കേഷൻസ് അനുസരിച്ചിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്ന കോൺട്രാ ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസിൽ എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കി വെക്കാം. ചരകത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. അത് പഠിക്കാൻ പറ്റാത്തവർ ഇങ്ങനെയെങ്കിലും നോക്കി വെക്കുക. അഷ്ടാംഗ ഹൃദയത്തിലെ കോൺട്രാ ഇൻഡിക്കേഷൻസ് നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസിൽ എന്തുകൊണ്ടാണ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള റീസൺ അഷ്ടാംഗ സംഗ്രഹം അല്ലെങ്കിൽ ചരകം കൽപ്പം വെച്ചിട്ട് പഠിക്കുക. അതായത് ഗർഭിണിക്ക് വമനം ചെയ്തു കഴിഞ്ഞാൽ ഗർഭഭ്രംശം ഉണ്ടാവാം അല്ലെങ്കിൽ ഗർഭവ്യാപത്തുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ വമനം ചെയ്യരുത്. രൂക്ഷനായിട്ടുള്ള ഒരു പേഷ്യന്റ് ഓൾറെഡി വാദം കൂടിയിരിക്കുകയാണ്. അപ്പോൾ വമനം ചെയ്യുന്ന സമയത്ത് വാദത്തിന് പ്രൊവോക്ക് ചെയ്തതിന് ശേഷം അവിടെ ഹെമറേജോ അല്ലെങ്കിൽ അൾസറേഷൻസോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രൂക്ഷന്മാർക്ക് ചെയ്യരുത്. പിന്നെ ക്ഷുതിതൻ, നിത്യദുഃഖിതൻ, ബാലൻ, വൃദ്ധൻ, കൃശൻ, സ്ഥൂലൻ, ദുർബലൻ ഇവരെല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് ഈ ഔഷധഫല അസഹത്വം കൊണ്ട് അവിടെ പ്രാണോപരോധം ഉണ്ടാവും എന്നാണ് പറയണത്. ഈ മെഡിക്കേഷന്റെ ആക്ഷൻ അവർക്ക് സഹിക്കാൻ പറ്റാതെ, സ്ട്രെയിൻ ഓഫ് പ്രൊസീജിയർ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രാണനെ എഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ചെയ്യരുത്. പിന്നെ ക്ഷതം, ഒരു ട്രോമ കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വമനം ചെയ്താൽ ക്ഷണനാഥ് രക്താതിപ്രവർത്തി, ഈ ക്ഷതം ഉണ്ടായ സ്ഥലത്ത് വീണ്ടും ഒരു സ്ട്രെയിൻ വന്നിട്ട് രക്ത അതിപ്രവർത്തി, ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ഷതമായിട്ടുള്ള ഒരവസ്ഥയിൽ വമനം ചെയ്യരുത്. പ്രസക്ത വമതു ഊർധ്വ രക്തപിത്തം, ഇത് രണ്ടിലും ഉദാനവായു പ്രൊവോക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ആണ്, ഡിസീസ് കണ്ടീഷൻസ് ആണ്. ഈ വമനം ചെയ്യുമ്പോൾ വീണ്ടും ഉദാനവായുവിന്റെ എക്സൈറ്റേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെ
പ്രൊവക്കേഷൻ ഓഫ് ദ ഉദാന ബാധ വിൽ ടേക്ക് അവേ ദ ലൈഫ് ആൻഡ് കോസസ് പ്രൊഫ്യൂസ് ബ്ലീഡിങ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഹൃദ്രോഗിയായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. വമനം ചെയ്താൽ അവിടെ കാർഡിയാക് ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്യും. ഉദരം, ഗുൽമം, മൂത്രാഘാതം, പ്ലീഹ, അശ്ലീല, ഹതസ്വരം പോലെയുള്ള കണ്ടീഷൻസിൽ വളരെയധികം വേദനയും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ വമനം ചെയ്യരുത്. തീവ്രതര ശൂലപ്രാദുർഭാവം എന്നാണ് പറയുന്നത്. തിമിരമുള്ള കണ്ടീഷനിൽ വമനം ചെയ്താൽ തിമിരത്തിന്റെ അതിവൃദ്ധി ഉണ്ടാവും. ഊർധ്വവാദം ആൻഡ് ദത്തവസ്ഥി എന്ന് പറയുന്നത് ഊർധ്വവാദത്തിന്റെ അതിപ്രവൃത്തി ഉണ്ടാവും. ദുർവമിയായിരിക്കുന്ന ഒരാൾക്ക് ദോഷത്തിന്റെ ഉത്ക്ലേശം ഉണ്ടായിട്ട് പക്ഷെ അവിടെ വമനം ശരിക്കും നടക്കുന്നില്ല, ദുർവമിയാണ്, ഡിഫിക്കൽട്ട് ടു അണ്ടർഗോ MSS എന്നുള്ള കണ്ടീഷനാണ്. സോ അവിടെ ദോഷോത്ക്ലേശം ഉണ്ടാവും, പക്ഷെ എലിമിനേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവിടെ വിസർപ്പം, സ്തംഭം, ജാഡ്യം പോലെയുള്ള ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദുർവമിയായിട്ടുള്ള ഒരാൾക്ക് ചെയ്യരുത്. ഇത്രയും നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് കേസസ് ആണ്. ഇനി ഈ കോൺട്രാ ഇൻഡിക്കേറ്റഡ് കേസസിൽ തന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ വമനം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. വാദവ്യാധിയിൽ നമ്മൾ ഗൃദ്രസിയിലും അർദ്ദിതത്തിലും, അർദ്ദിത വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഷോഫ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷാഘാതത്തിൽ സ്നേഹസ്വേദങ്ങൾ ചെയ്ത് മൈൽഡ് ആയിട്ടുള്ള ശോധനം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വമനം ചെയ്യുന്നുണ്ട്. ഇനി ഹൃദ്രോഗ കണ്ടീഷനിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വാതജം, പിത്തജം ആൻഡ് കഫജ ടൈപ്പ് ഓഫ് ഹൃദ്രോഗത്തിൽ വമനം ചികിത്സാ തത്വം വരുമ്പോൾ അല്ലെങ്കിൽ ചികിത്സയിൽ ചെയ്യാൻ പറയുന്നുണ്ട്. കഫജ ഗുൽമ കണ്ടീഷനിൽ വമനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ പ്രൊസീജിയർ ഓഫ് വമന ഉണ്ട്, അതിൻ്റെ വമന വ്യാപത്തുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉണ്ട്. അതിനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഷ്ടാംഗ ഹൃദയവും ചരകവും എല്ലാം റെഫർ ചെയ്തിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.